ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇന്ന് സൺഡേ സ്പെഷ്യലാണ്. ഇന്ന് ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ബോൺലെസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കറിയാണ്, വൈറ്റ് ക്രീം ചിക്കൻ കറി. അതിന് വേണ്ടിയിട്ട് നമുക്കിത് എടുക്കാം. നമ്മുടെ കത്തിയട്ടാ, ഇന്നലെ വാങ്ങിയ കത്തി, അടിപൊളി കത്തിയാണ്. ഇന്നലെ എടുത്തപ്പോൾ തന്നെ എൻ്റെ കൈ മുറിഞ്ഞു. കൈയിൻ്റെ തള്ളവിരലിൻ്റെ അവിടെ കാണണ്ടോന്ന് അറിയില്ല. ബോൺലെസ് എടുത്തിട്ട് വലിയ കഷ്ണങ്ങളെ കുറച്ച് ചെറുതാക്കാം. പിന്നെ ബാക്കിയുള്ള നാളെ ബിരിയാണിക്ക് എടുക്കാം. ഇന്ന് പറ്റില്ല. എന്താണെങ്കിലേ ഇന്ന് ചേട്ടൻ ബോട്ടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ആടിൻ്റെ ബോട്ടി വാങ്ങാൻ പറഞ്ഞതാണ്. ബീഫിൻ്റെ ബോട്ടി കിട്ടിയുള്ളൂ, അവിടെ ആടിൻ്റെ ബോട്ടി കഴിഞ്ഞു. ഞാൻ എപ്പോഴും ഉണ്ടാക്കുക, എന്നാൽ വെറുതെ കഴിക്കും. ഇഷ്ടമാണ്, ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. ബട്ടർ ഇട്ടിട്ട് ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ബോൺലെസ് മാത്രമേ പാടുള്ളൂ. ചേട്ടനവിടെ ബോട്ടി ചെറുതാക്കി അരിയുക. അവിടുന്ന് വലുതായിട്ട് അരിഞ്ഞിട്ട് വന്ന് നന്നാക്കുന്നുണ്ട്. വെട്ടിയിട്ടൊക്കെ ചെയ്യണം. കത്തി വല്ലാത്തൊരു കത്തിയായി പോയി. മിൻ്റെ കൈമുറിയും ഇന്നും കൈമുറിയും. അത് നമുക്ക് ഇത്രയ്ക്ക് മതിയിട്ടാണ്. ചിക്കൻ നമ്മൾ 2 പേരിലുള്ള 1/2 കിലോന് മേലെയുണ്ട് കേട്ടത്. നമുക്ക് ഇത് ഇട്ടാലേ ബിരിയാണി ഉണ്ടാക്കണ പണി ഇന്നും നടക്കില്ല. നമുക്ക് ബോട്ടി മരുന്നുണ്ടാക്കണം. ബോട്ടി മരുന്നുണ്ടാക്കണം, പിന്നെ ഇതുണ്ടാക്കണം, പിന്നെ കറികളൊക്കെ ഉണ്ട്. നമുക്ക് ഇറച്ചിയൊക്കെ കഴുകിയുണ്ട്. ഇതിലൊരു മസാല ശരിയാക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി, ഗാർലിക്ക്, പെപ്പർ, ഉപ്പ് മാത്രം തിരുമ്പിയിട്ട് ഇത് വേവിക്കാം. ഇത് നന്നാക്കിയിട്ട് അതിൽ പുരട്ടി വയ്ക്കണം, ഒന്ന് പേസ്റ്റാക്കിയിട്ട്. കത്തി യൂസ് ചെയ്യാൻ പേടിയാവും. കത്തി ഇന്നലെ മുറിഞ്ഞു, ഇന്നും മുറിഞ്ഞു. ഏറ്റവും വലുത്തില്ലെന്നൊക്കെ ഏറ്റവും ഈസിയാണ് മുറയാണ്. പൊളിച്ച് കീറി, കീറിയിട്ട് തൊലി പൊളിക്കുക. എനിക്കിത് ഏറ്റവും ഈസി. അല്ലെങ്കിൽ എല്ലാം അമക്കിയിട്ട് അതിൻ്റെ ചാറൊക്കെ പോകും. നമുക്ക് ഈ ചിക്കനിലേക്ക് മാർഗരേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ അരച്ച് വെക്കട്ടോ. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, കുറച്ച് ഉപ്പിടാം. ഇത് പ്യൂർ വൈറ്റ് കളറുള്ള സാധനം, അതിന് വേറെ ഒന്നും ചേർക്കില്ല കേട്ടോ. ഇത് കാണുമ്പോൾ നല്ല ക്രീമി ആയിട്ടുണ്ടാവും. നമുക്ക് ഇതൊരു പാത്രത്തിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇത് വറക്കരുത് കേട്ടോ, ഒരിക്കലും ഇത് വറക്കരുത്. ഇത് നമ്മൾ ഹെൽത്തി ഫുഡാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി, കുരുമുളക്, ഉപ്പ്, ഈ 4 മാത്രം ഇട്ടിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കുക. ഞാനും ഓവനിൽ ഒരു 5 മിനിറ്റ് വയ്ക്കും. പെട്ടെന്ന് വേവുത്. എല്ലൊന്നും ഇല്ലാത്ത ബോൺലെസ് അല്ലേ, അത് കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. എരിവിന് നമ്മൾ വെറും കുരുമുളക് മാത്രമാണ് അതിലിടുന്നത്. ഇത് ക്രീമി ചിക്കനാണ്. ക്രീം ഉണ്ടാക്കിയിട്ട് ഇത് വെന്തത് അതിലിട്ടിട്ട് മിക്സ് ചെയ്യും. ഇത്രയുള്ള വൈറ്റ് ക്രീം. ഞാൻ പലതിനും കാണിച്ചിട്ടുണ്ട് വൈറ്റ് ക്രീം ഉണ്ടാക്കുന്നത്. ഈ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, വേറെ എരിവൊന്നും ഇതിനുണ്ടാവില്ല. എരിവ് അതിന് പാടുള്ളൂ, വറക്കാനും പാടില്ല.
ആദ്യം ബട്ടർ ക്രീം ചിക്കൻ്റെ പണി ആദ്യം കഴിക്കാം. ഇതിൻ്റെ പേര് ക്രീമി ബട്ടർ ചിക്കൻ. അതിനായിട്ട് നമ്മൾ ചട്ടി അടുപ്പ് വെച്ചു. 100 ബട്ടറുണ്ട്. അതിന് കുറച്ചെടുത്തിട്ടുള്ളൂ ഞാൻ. വേണ്ട, കുറച്ചെടുത്തിട്ടുള്ളൂ. ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ ബട്ടറിൻ്റെ എണ്ണ ഒന്നും ഒഴിക്കരുത് കേട്ടോ. പിന്നെ ബട്ടർ ചിക്കൻ ആവില്ല, എണ്ണ ചിക്കൻ ആവും. കണ്ട, നിറയെ ബട്ടർ വേണം കേട്ടോ അതുണ്ടാക്കാൻ. പിന്നെ അതിലൊരു തുള്ളി എണ്ണ ചേർക്കരുത്. എല്ലാവരും പറയും റീഫൈൻഡ് ഓയിൽ ചേർക്കാം, സൺഫ്ലവർ എന്ന് പറഞ്ഞിട്ട് പറയും. അതൊന്നും ഒറിജിനൽ സൺഫ്ലവർ ഒന്നുമല്ല. അതുകൊണ്ട് ഇതുണ്ടാക്കുമ്പോൾ നിങ്ങൾ പിശുക്കാട് ബട്ടർ തന്നെ ചേർക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ ക്രീമായിട്ട് ഉണ്ടാക്കണത്, വെറും ക്രീം. വേറെ ഇതിലൊന്നും ഇടണ്ട, ക്രീം മാത്രം ഉണ്ടാക്കുക. അറിയില്ല, ഇതിലൊരു സ്പൂണ് മൈദ ഇടുക. അതൊന്ന് റോസ്റ്റ് ആകുമ്പോൾ നമ്മൾ അതിന് കുറച്ച് പാലൊഴിക്കും, അതിൻ്റെ വറ്റിക്കും. അത്രയുള്ള പണി. എന്താ, ഒരു സ്പൂണ് മൈദ, ഒരു സ്പൂണ് മതിയിട്ടാ, അധികം വേണ്ട. നമ്മൾ പാലൊഴിച്ച് വറ്റിക്കാനാണ് പോകണം. നമ്മൾ മൈദ വിരോധി ആയതുകൊണ്ടാണ് മൈദ കുറച്ച് ചേർക്കണത്. പിന്നെ ഇഞ്ചി ഗാർലിക്കും എല്ലാം നമ്മളെല്ലാം അതിന് ആവശ്യത്തിലധികം ഇട്ട് വേവിച്ചിട്ടുണ്ട്. കണ്ട, ഇനി നമ്മൾ ഇഞ്ചി ഗാർലിക്കൊന്നും ഇതിലിടണ്ട കേട്ടോ. നന്നായി ഞാൻ കഴിച്ചു നോക്കി, നല്ല മുന്നേ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല റോസ്റ്റായിട്ടുണ്ട് കേട്ടോ. കട്ടെല്ലാം ഉടഞ്ഞ് സൂപ്പറായിട്ടുണ്ട്. കരിയണ്ട കേട്ടോ, നമുക്ക് വൈറ്റ് കളറല്ലേ വേണ്ടത്. ഇപ്പോൾ നമ്മൾ പാലൊഴിക്കാം കേട്ടോ, വെള്ളം ചേർക്കാത്ത പാല്. ഇത് ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യാൻ. ഇത് നമ്മൾക്ക് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മുടെ വേവിച്ച് വെച്ച ചിക്കന് ഇതിലിട്ടിട്ട് ഇളക്കുക. അവസാനം കുറച്ച് മല്ലിയില ഇടുക. ഇത്ര പണിയുള്ളൂ കേട്ടോ. ഇത് കട്ട പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിയിട്ടിരിക്കുക. നല്ല കുറുകുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് വറ്റിച്ചെടുക്കാം. ഇതാണ് ബട്ടർ ക്രീമി ചിക്കൻ. ഞാൻ എപ്പോഴും ഉണ്ടാക്കണ ഒരു സാധനമാണ്. നമുക്കൊരു സ്നാക്സായിട്ടൊക്കെ അത് കഴിക്കാം കേട്ടോ. വെറുതെ നല്ല രസമുണ്ടാവും കഴിക്കാൻ. കണ്ട, ആയിട്ടാ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ വേവിച്ച് വെച്ച നല്ല എരിവും ഉപ്പും എരിവും ഒക്കെ ഉണ്ട്. ഇനി ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഇടാം. എരിവുള്ളതുകൊണ്ടാണ് കുരുമുളക് പൊടി ഇടാത്ത കേട്ടോ. അല്ലെങ്കിൽ ക്രീമിൽ ഉപ്പും കുരുമുളക് പൊടി ഞാൻ ഇടും. നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ടിടാം. കണ്ട, സൂപ്പറായില്ലേ ഇത് കാണാൻ. ഇതിൽ എരിവുള്ളതുകൊണ്ട് ഇതിൽ ക്രീമിൽ നമ്മൾ ഒന്ന് വലിച്ചു വാരി ഇടണ്ട കേട്ടോ. ഇത് ഞാൻ ഒന്നും കൂടി സെറ്റാവുമ്പോൾ നല്ല വെന്ത ചിക്കനാണ്. ഞാൻ 7 മിനിറ്റ് വെച്ചു ഓവണിലേ. ഇനി ഇത് വേകുമ്പോൾ നമുക്ക് ലാസ്റ്റ് മല്ലിയില തൂക്കിയിട്ട് ഇറക്കി വയ്ക്കാം. ഇത് ഹെൽത്തി ചിക്കനും കൂടിയാട്ടോ, ബട്ടർ ക്രീമി ചിക്കൻ. ഇത് സ്നാക്സായിട്ട് കൂടെ കഴിച്ചോളൂ. വേണ്ട, ബട്ടറിൽ നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്ന വേണ്ട, നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ. നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ കുറച്ച് വെന്തുട്ടാ, കുറച്ച് മല്ലിയില തൂളി മല്ലിയില ഇട്ടു. ഇനി മൂടി വയ്ക്കാം. വേണ്ട, എല്ലാം കുറച്ച് കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്തു. കുറച്ച് കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് എടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും. ഇത്രയുള്ള കേട്ടോ അതിൻ്റെ പണി. വളരെ സിമ്പിളായ ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ചെയ്ത് നോക്കിക്കോ, നഷ്ടമാവില്ല. നമ്മുടെ അടുത്ത ഐറ്റമാണ് ബോട്ടിട്ടാ. മട്ടൻ്റെ ബോട്ടി വാങ്ങാൻ പോയിട്ട് കിട്ടിയത് ബീഫിൻ്റെ ബോട്ടിയാണ്. മറ്റേത് കഴിഞ്ഞു, പോകുമ്പോൾ ലേറ്റായി. അതിൻ്റെ മസാല നമ്മൾ മരുന്ന് മാതിരി ഉണ്ടാക്കണത്. ഇതിലും നമ്മൾ മുളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അരപ്പ് അരച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ അരച്ചിരിക്കുന്നത് കുരുമുളക്, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ള, കറിവേപ്പിലയും ചുവന്നുള്ളിയൊക്കെ ലാസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളൂ.
മറ്റുള്ളത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇനി ഇതിട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പിട്ട് വേവിക്കാം. കുറച്ച് മിക്സി ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ. ഇനി വെള്ളം ഒഴിക്കണില്ല, അത് വെള്ളം ഇറങ്ങിയല്ല. ഇത്രയുള്ള നല്ല വേവട്ടെ. ഉപ്പിടാൻ മറന്നു. അപ്പോൾ ഇത് വേവുമ്പോൾ ബോട്ടി എന്നിട്ട് ഒരു മണം വരില്ല. ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ ഇട്ടതുകൊണ്ടേ അതിൻ്റെ മണം വരില്ല കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ വിനീഗർ ഉപ്പിട്ടിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിരുമ്പി 1 മണിക്കൂർ നേരം വെച്ചു. കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ കഴുകി കുറേ നേരം ഇട്ട് വെച്ചിട്ട് കഴുകിയിട്ട് വിനീഗറിൽ പിന്നെ രണ്ടാമതും കഴുകി. ഇതിൽ എല്ലാ നെയ്യും പോയി. അത് കാരണം അത് തിന്നാൻ സേഫ്റ്റി, അല്ലെങ്കിൽ ഭയങ്കര നെയ്യാണ്. ഇപ്പം എല്ലാം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കർ മൂടാട്ടോ. ബട്ടർ ക്രീമി ചിക്കൻ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. നമ്മുടെ ബോട്ടി അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മണം, നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് നോക്കണേ. നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ചിക്കൻ വാങ്ങുമ്പോൾ കുറച്ചിട്ട് എന്നാൽ എല്ലില്ലാത്ത പീസ് എടുത്ത് ഉണ്ടാക്കിയാൽ വലിയ ചിലവില്ല. ഒരു 50 ബട്ടർ വാങ്ങും. അടിപൊളി ടേസ്റ്റാണ്. വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. നല്ല പ്രോട്ടീനല്ലേ. അപ്പോൾ ഒക്കെ ഞാൻ ബോട്ടി ആയിട്ട് കാണിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടി ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഉള്ളിയും രുചി കൂട്ടാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വിചാരിച്ചത് ഏതും മണം ഉണ്ടാവുന്നു. അത് കാരണം ആടിൻ്റെ വാങ്ങാൻ പറഞ്ഞു. ബീഫിൻ്റെ അടിപൊളി ടേസ്റ്റാണ്. ചേട്ടൻ പറഞ്ഞത് മരുന്നുണ്ടാക്കിയാണ്. ചേട്ടൻ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചപ്പാത്തിക്കും എല്ലാത്തിനും ഇത് കൂട്ടി കഴിക്കാം. അപ്പത്തിനൊക്കെ ഇത് കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. നാളെ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കും. അപ്പോൾ ഉള്ളി മുരിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിവേപ്പത്തിരി കറിവേപ്പിലുണ്ടാവും. ഇപ്പോൾ എന്നും പൊട്ടിക്കുക. അപ്പോൾ അതിന് മുട്ട അടിക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നല്ല മൊരിഞ്ഞുണ്ട് കേട്ടോ. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടുണ്ട്. അല്ലെങ്കിൽ വങ്കാളം 10 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ വെച്ചത്. ചെറിയ കുക്കറൊക്കെ കേടായി. ഇനി ഇത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഇനി പറയും വേണ്ട. ഇത്ര നേരം നല്ല ടേസ്റ്റായിരുന്നു. ഇനി ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും ഇതുമാതിരി കണ്ടിട്ട് ഇത് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഇത് ബീഫിൻ്റെ എന്ന് പറയുകയില്ല. ഇത് കഴിക്കുമ്പോൾ ആടിൻ്റെ അതേ സെയിം ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് നമ്മളുണ്ടാക്കിയ 2 അടിപൊളി ഐറ്റമിൻ്റെ പണിയും കഴിഞ്ഞു. ഇത് ഞാൻ ടേസ്റ്റ് നോക്കി കഴിഞ്ഞു. ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഞാൻ നോക്കി, പകുതിയായി. ഞങ്ങൾ 2 ആൾ വാദിച്ചിട്ടായിരുന്നു കഴിക്കില്ലേ. അപ്പോൾ എന്നാലും നിങ്ങളെ കാണിക്കാൻ ഞാൻ കഴിക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ചെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കുന്ന ടേസ്റ്റ് ഒന്നല്ല. തൃശ്ശൂർക്കാരുണ്ടാക്കുന്ന മരുന്നെന്ന് പറയും. ആട്ടിറച്ചി കൊണ്ടുണ്ടാക്കാം. ഏത് സാധനത്തിനും ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്ക് നല്ലതാണ്. പ്രോട്ടീനാണ്. ചൂടുവെള്ളത്തിൽ ആദ്യം കഴുകുക, പിന്നെയും കഴുകുക. അപ്പോൾ അതിൻ്റെ കൊഴുപ്പൊക്കെ പോവും, അതിൻ്റെ നെയ്യൊക്കെ പോവും. നെയ്യ് പോയില്ലെങ്കിൽ നമുക്ക് കേടാം കേട്ടോ. ഇത് നല്ല നെയ്യൊന്നല്ല. ഇത് LDL ആണ്. HDL ആണെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇത് LDL ആണ്. അതുകൊണ്ട് കഴുകി നല്ല ചൂടുവെള്ളത്തിൽ കളയുക. എന്നിട്ട് പിന്നെയും കഴുകുക. പിന്നെ
വിനീഗറും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിരുമ്പി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും കഴുകിയെടുക്കുക. പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പിടുമ്പോൾ ചിലപ്പോൾ ഇതിൽ ഉപ്പ് പിടിക്കും. നമ്മൾ തിരുമ്പി വയ്ക്കുമ്പോഴേ ചിലപ്പോൾ കഴുകിയാൽ ഉപ്പ് പോവില്ല. അപ്പോൾ ഉപ്പിടുമ്പോൾ നോക്കിയിട്ടിട്ടാൽ മതി. ആദ്യം ഉപ്പിടണ്ട, ഉപ്പേടണ്ട. അവസാനം ഉപ്പ് പോരെങ്കിൽ അവസാനം ഉപ്പിടാം, താളിക്കുന്നതിന് മുമ്പ്. അടിപൊളി ഐറ്റംസ് ഒന്നും ഞാൻ ഉണ്ടാക്കിയ 2 പ്രോട്ടീനാണ്. എനിക്ക് ചോറ് വേണ്ട, ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കി കഴിക്കും, ഇത് കഴിക്കും. ഇതാണ് ഇന്നത്തെ അടിപൊളി ഐറ്റം. അപ്പോൾ ഓക്കേട്ടാ, എല്ലാവരും ഇതുമാതിരി ചെയ്ത് നോക്കിയിട്ട് ചെയ്യണം. മറ്റേതും കണ്ടില്ലേ ഞാൻ ഉണ്ടാക്കിയത്, അതും ഇതും എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത്രയും കഷ്ടപ്പെട്ടിട്ട് രാവിലെ പുലർച്ചയ്ക്ക് നിൽക്കണതാ, ഉച്ചയായി. അപ്പോൾ ഓക്കെ കേട്ടോ, ബായ്.